ഉപ്പുമുളക് ലൈറ്റ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനെ കുറിച്ച് നിങ്ങൾ കുറെ പേർക്ക് അറിയാനായിട്ട് സാധിക്കും. ആ ചാനലിൽ അവരുടെ ഇളയ മകളായിട്ട് രണ്ടാമത്തെ മകളായിട്ടുള്ള നന്ദൂസ് വ്ലോഗ്, ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടി ഒളിച്ചോടി പോയപ്പോഴത്തേക്കും എല്ലാവരും അച്ഛനും അമ്മയും ഫാമിലിയും കുറ്റം പറയുന്നു. സ്വാഭാവികം. അപ്പൊ നമുക്കിനി കാര്യത്തിലോട്ട് വരാം. സിജോ എന്താണ് എന്നെ പറ്റി പറഞ്ഞേ നമുക്കൊന്ന് കേൾക്കാം. ആയിക്കോട്ടെ. ഈ പയ്യന്റെ വീഡിയോ, കല്യാണം നടത്താൻ ക്യാഷ് ഇല്ല, പെണ്ണ് ഇറങ്ങിപ്പോയി, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കത്ത് ആ പയ്യൻ തോന്നിയതൊക്കെ വിളിച്ചു പറയാം. അവന്റെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് എന്തുകൊണ്ട് വിളിച്ചോടി പോയി, അല്ലെങ്കിൽ ആ വീട്ടുകാർ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്റെ വ്യൂ പോയിന്റ് വിളിച്ചു പറയുന്നുണ്ട്. അതിനൊന്നും ഇല്ലേ മോനെ, നിന്റെ വ്യൂ പോയിന്റ് നീ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണിക്കുകയും വിളിച്ചു പറയുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് എന്താണ് സംഭവം അന്വേഷിക്കാനായിട്ടുള്ള ഒരു ബോധം കൂടെ നീ കാണിക്കണം. വളരെ മോശമായി പോയി അഭിലാഷേ, വളരെ മോശമായി പോയി. ഒരു ഫാമിലി ആയിട്ട് താമസിക്കുകയല്ലേ, അവരുടെ മകളെ പൊളിച്ചോടി പോയിട്ട് അവർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് നിൽക്കുകയല്ലേ. അപ്പൊ അവരെ പറ്റി നമ്മൾ വിമർശിക്കുമ്പോൾ ആ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടൊന്ന് വിമർശിക്കുന്നത് കുറച്ചുകൂടെ ഹെൽത്തിയാണ്. എന്താ ഞാൻ പറഞ്ഞ പോലെ കറക്റ്റ് ഉണ്ടാ? ഇല്ല, നീ ഇപ്പൊ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ഒക്കെ കറക്റ്റ് അല്ലാത്ത ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് അവരെ വിളിച്ച് ഇതെന്താണെന്ന് ചോദിക്കാം, എന്താണ് സംഭവം എന്ന് അറിയാം, എന്നിട്ട് വേണം നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ വിളിച്ച് പറയാനായിട്ട്. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. അല്ലാണ്ട് നമ്മുടെ വ്യൂ പോയിന്റ് മാത്രം എന്ന് പറഞ്ഞിട്ട് തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അവരെങ്ങനെ ബാധിക്കും? വെറുതെ ചിരിപ്പിക്കരുത്. ഞാൻ ഏറ്റവും ആദ്യം ചെയ്ത കാര്യം അവരെ വിളിച്ചിട്ട് എന്താണ് സംഭവം ഞാൻ അന്വേഷിച്ചു. അതാണല്ലോ മര്യാദ. ഒരു അരപ്പിരിയാണേ കണ്ടപ്പോഴേ തോന്നി. കാരണം ഈ പുറത്ത് കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നതോ അല്ലെങ്കിൽ ചുമ്മാ തോന്നുന്നത് പറയുന്നതോ അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട് ഒരിക്കലും ഒരു അച്ഛനും അമ്മയും ഒരു മകളെ നീ ഒളിച്ചൂടി പൊക്കോടി എന്നിട്ട് നമുക്കൊരു കണ്ടന്റ് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കത്തില്ല. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ മണ്ടാരെ? അവര് മണ്ഡപം ബുക്ക് ചെയ്തതിന്റെയും സ്വർണം എടുക്കാൻ നോക്കുന്നതിന്റെയും അല്ലെങ്കിൽ സ്വർണം എടുക്കാനുള്ള കാര്യങ്ങൾ നോക്കിയതിന്റെയും എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് അവരെനിക്ക് കാണിച്ചു തന്നു. ഭയങ്കരം തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ കളിയാക്കുന്നതിനോടോ അല്ലെങ്കിൽ അവരെ കാര്യം അറിയാണ്ട് വിമർശിക്കുന്നതിനോടോ ഒരു യോജിപ്പില്ല. ഇനി ആരും സൂത്രം കാണിച്ചേട്ടാ. വളരെ കറക്റ്റ് ആണ്, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ഒരു നിമിഷത്തിൽ സിജോ ഇവരുടെ ആദ്യത്തെ മകള് ഒളിച്ചോടിപ്പോയപ്പം ഇട്ട ഒരു വീഡിയോ ശകലം ഞാൻ ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ ഉറക്കം വരുന്നു. വീട്ടിനകത്ത് സംസാരിക്കേണ്ട കാര്യങ്ങൾ പബ്ലിക്കാക്കി സംസാരിച്ചിട്ട് വന്ന് പറയുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ കേട്ടോ. നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ, അതായത് കുട്ടികളുടെയും മക്കളുടെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് വീഡിയോ കയറിയാൽ മാത്രം മതി എന്നുള്ളൊരു പക്ക ആറ്റിറ്റ്യൂഡ്. ഇപ്പോഴത്തെ വീഡിയോ വന്നിട്ട് പറയുന്നു അവരുടെ സെന്റിമെന്റ്സിനെ മാനിക്കണമെന്ന്. മുൻപിട്ട വീഡിയോയിൽ അവരുടെ സെന്റിമെന്റ്സിനെ മാനിക്കണം യാതൊരു ആവശ്യമില്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അവരുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യമാക്കി വെക്കേണ്ട പല കാര്യങ്ങളും പബ്ലിക്കിന് മുമ്പിൽ ചാനലിലൂടെ വിളിച്ചു കൂവി പറയുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അതിനെ പറ്റിയുള്ള അഭിപ്രായം പറയാം. ഞാനും അത് മാത്രമേ പറഞ്ഞോളൂ സിജോ, എന്റെ അഭിപ്രായമാണ് ഞാൻ എന്റെ വീഡിയോയിലും പറഞ്ഞത്. അപ്പൊ ഈ പെൺകുട്ടി ഒളിച്ചോടി പോകാനായിട്ടുള്ള റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ അച്ഛന്റെയും അമ്മയുടെയും കയ്യിലിരിപ്പ് തന്നെയാണ്. ആദ്യം വീഡിയോ ചെയ്തപ്പോ എന്ത് പറ്റി? അച്ഛന്റെ അമ്മയുടെ ഫീലിങ്സിനെ മാനിക്കണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫീൽ ആവൂലേ? എന്താണ് സിജോ ഇങ്ങനെയൊക്കെ പറയുന്നത്? പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അവർക്ക് ഈ ഒരു മകൾ ഒളിച്ചോടി പോകുന്നതിന്റെ ദുഃഖത്തെക്കാൾ കൂടുതലായിട്ട് ആ ദുഃഖത്തിൽ നിന്നുകൊണ്ട് കാശുണ്ടാക്കുക, അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോ ചെയ്യുന്ന പ്രവൃത്തി. അവരുടെ ആസനം പഴുത്താൽ അത് പൊക്കി കാണിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്നത് ഒരു രീതി. എന്ത് വർത്താനം, എന്തളിഞ്ഞ വർത്താനം! ഇത് ആസനം പഴുത്ത അത് പൊക്കി കാണിച്ച് കാശുണ്ട്. എന്റെ പൊന്നാന്റി, നിങ്ങളെ പറ്റിയാണ് ഇത് പറഞ്ഞത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഇതുപോലൊന്നും ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എന്ത് ആസനം പഴുത്ത് പൊക്കി കാണിച്ച്, എന്റെ ദൈവമേ! ഉളുപ്പുണ്ട് കാക്കങ്ങൾക്ക് 10 കുട്ടികളെ പഠിപ്പിക്കേണ്ട മനസ്സിലായില്ലേ നിങ്ങള്? ഒന്ന് മാറുവോ? ഇതുപോലെ ബിഗ് ബോസിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി സിജോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വായി തോന്നിയത് എവിടത്തെയോ പാട്ടെന്ന രീതിയിൽ വായി വരുന്ന വിവരക്കേടൊക്കെ വിളിച്ചു പറയുന്ന കുറച്ച് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. തന്നെ പറ്റി തന്നെയാണോ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പെൺകുട്ടി കാണിച്ചത് വളരെ മോശമാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ആ വീഡിയോ ആ യൂട്യൂബ് ചാനൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ പെൺകുട്ടി ഒളിച്ചോടി പോയത്. അതും കൂടെ കൊണ്ടാണെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പൊ സിജോ പറഞ്ഞു വെക്കുന്നത് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ഒളിച്ചോടി പോയി എന്നാണ്. കേരളത്തിൽ അങ്ങനത്തെ ഒരു ഒളിച്ചോട്ടമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒളിച്ചോടി പോയെന്ന്. എന്ത് നല്ല മന്ദബുദ്ധി! നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി ഇനി വീഡിയോസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇത് എവിടുന്ന് കിട്ടി ഈ സാധനം? ഇത് ആര് പറഞ്ഞു തന്ന്? ഈ പറയുന്ന നന്ദനെ വിളിച്ച് ചോദിച്ചായിരുന്നോ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഒളിച്ചോടി പോയി? ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം. അപ്പം സിജോ അടുത്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പഴയ ഒരു ചൊല്ലുണ്ട്, ഉപദേശവും ഊമ്പിക്കലും കൂടെ ഒരുമിച്ച് വേണ്ടത്, ഏതെങ്കിലും ഒന്ന് മതിയെന്ന്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ